തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നലെ കൈരളി ന്യൂസിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത്. അനിൽ പ്രസിഡന്റായിരുന്ന ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തതിൽ കൗൺസിലർമാർ മുതൽ BJPയുടെ സംസ്ഥാന നേതാക്കൾ വരെയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. പ്രധാനപ്പെട്ട കൗൺസിലർമാരായ സിമി ജ്യോതിഷും ഒപ്പം തന്നെ സംസ്ഥാന നേതാവായ അഞ്ജന, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ, പുന്നക്കാമുകൽ കൗൺസിലർ മഞ്ജു ഒക്കെ പണം എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. അത് തിരിച്ചടച്ചിരുന്നില്ല, അത് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുമല അനിൽ അവരുടെ കാല് പിടിച്ചു വരെ അപേക്ഷിച്ചു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ ആ സാമ്പത്തിക സമ്മർദ്ദമെല്ലാം തൻ്റെ തലയിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യൻ ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ അന്വേഷണം ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നാണ് അറിയുന്നത്. ഈ സംഘത്തിന് രേഖകളും വിവരങ്ങളും ഒക്കെ ഹാജരാക്കാൻ പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും സഹകരണ സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങളുടെ വിവരങ്ങളുമാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. മാനസ, ഗുഡ് മോർണിംഗ്. BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ഇപ്പോൾ ആ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് രേഖകളൊക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അതുതന്നെയാണ് മനു. അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഭരണസമിതി BJP കൈയൊഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും BJPയുടെ ഭാഗത്ത് നിന്ന്, ജില്ലാ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമ്മൾ പരസ്യ പ്രതികരണങ്ങളിലൂടെ തന്നെ കണ്ടതാണ്. അനിലിൻ്റെ ഭാര്യ ഉൾപ്പെടെ ഈ നേതാക്കളൊക്കെയും തന്നെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കൊന്നു കളഞ്ഞില്ലേ എന്ന പരാമർശങ്ങളൊക്കെയും തന്നെ നടത്തിയിരുന്നു. മാത്രമല്ല കുടുംബം യാതൊരു വിധത്തിലും മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റാരോടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള എല്ലാവിധ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന്, അതായത് സഹകരണ സംഘത്തിൽ നിന്ന്, ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് BJP ജില്ല അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ വായ്പ എടുത്തു, ബിനാമി ഇടപാടുകൾ നടത്തി തുടങ്ങിയ വിവരങ്ങളൊക്കെയും തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. കൗൺസിലർമാരുടെ പേര് വിവരങ്ങളടക്കം തന്നെയാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. പിന്നാലെയാണ് ഈ ഒരു അന്വേഷണ സംഘവുമായുള്ള പുതിയ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ നടന്ന BJP നേതാക്കളുടെ, അതിൽ കൗൺസിലർമാർ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ഉണ്ട്, അവരുടെ പേര് വിവരങ്ങൾ സഹിതമാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത്. അതിനുശേഷം BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മുടെ ആളുകൾ എന്ന് വളരെ കൃത്യമായി ആത്മഹത്യാക്കുറിപ്പിൽ തിരുമല അനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്മുടെ ആളുകൾ എന്ന് ഒരു സംഘപരിവാർ പ്രവർത്തകൻ പറഞ്ഞാൽ അത് BJPയുടെ ആളുകൾ തന്നെയാണെന്ന് അത്യാവശ്യം അരിയാഹാരം ഭക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അത് അങ്ങനെയല്ല എന്നായിരുന്നു V മുരളീധരൻ അടക്കമുള്ളവരുടെ ന്യായീകരണം. ആ ന്യായീകരണം കൂടിയാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. എന്തെങ്കിലും തരത്തിലുള്ള മറുപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് വന്നിട്ടുണ്ടോ? അതുതന്നെയാണ് മനു. നേതാക്കളൊക്കെയും തന്നെ, അതായത് സംസ്ഥാന നേതാക്കളോടൊക്കെയും തന്നെ ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പട്ടികയിലെ ചില ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നാലെ ഒരു നേതാക്കളും തന്നെ ഇതുവരെയും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. V മുരളീധരനോടും ഇക്കാര്യം, അതായത് നമ്മുടെ ആളുകൾ ചതിച്ചു അല്ലെങ്കിൽ നമ്മുടെ ആളുകളാണ് തിരിച്ചടക്കാത്തത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാണ്. സാമ്പത്തിക സമ്മർദ്ദം അത് മാനസിക സമ്മർദ്ദമായി മാറിയതോടുകൂടി ജീവൻ ഒടുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ അനിൽ സൂചിപ്പിച്ചത്. നമ്മുടെ ആളുകൾ ചതിച്ചു എന്ന ഒരു വരി കൂടിയുണ്ട്. അപ്പോഴും BJP നേതാക്കളോട് നമ്മൾ ഇക്കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ നേതാക്കൾ എന്ന് പറയുമ്പോൾ BJP അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ വ്യക്തമായ ഒരു മറുപടി നൽകാതെ ഉരുണ്ട് കളിക്കുന്ന ഒരു നിലപാടാണ് V മുരളീധരന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. ആ ഒരു പ്രവണത തന്നെയാണ് എല്ലാ നേതാക്കളും വരുത്തി തീർക്കുന്നത്. മാത്രമല്ല CPIMന്റെയും പോലീസിന്റെയും പേരിൽ ഈ കാര്യങ്ങളൊക്കെയും തന്നെ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന രീതിയായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. അതായത് സംസ്കാര ചടങ്ങ് നടക്കുന്നതിന് മുന്നേ തന്നെ, അതായത് മരണ ദിവസം തന്നെ രാത്രി ഏറെ വൈകി ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. അത് തന്നെ ഒരു നാടക രംഗം തന്നെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതും ഇതോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അവർ നിരന്തരം പറയുന്നുണ്ട് BJPക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത്. പക്ഷേ BJPക്ക് മാത്രമേ ഇതിൽ ഉത്തരവാദിത്വം ഉള്ളൂ എന്നതാണ് ഈ വിവരങ്ങളൊക്കെയും തന്നെ
തന്നെ അടിസ്ഥാനപ്പെടുത്തി വെക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പുതിയ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊക്കെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സഹകരണ വകുപ്പ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ഭരണസമിതി അംഗങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന നീലിമയോട് ഈ കാര്യങ്ങളൊക്കെയും തന്നെ അതായത് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയും തന്നെ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പൂജപ്പുര പോലീസാണ് അന്വേഷണം നടത്തി വന്നത്. അവരൊക്കെയും തന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘത്തിന് കൈമാറും. ഒപ്പം ഇരുവരും ചേർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ റിപ്പോർട്ട് കിട്ടിയതിന്റെ പിന്നാലെ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഭരണസമിതി അംഗങ്ങളുടെയും വിവരങ്ങൾ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഈ നിക്ഷേപകർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇതുവരെയും തന്നെ നിക്ഷേപകരിൽ ഒരാൾ പോലും പോലീസിന്റെ അടുത്തേക്ക് പരാതിയുമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിൽ പട്ടികയൊന്നും തന്നെ ആർക്കും മാധ്യമങ്ങൾക്ക് പോലും ലഭിക്കാത്ത വിധത്തിൽ തഴഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ അങ്കലാപ്പിലാകുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന പേരുകൾ മുഴുവനും BJP നേതൃത്വത്തിൻ്റെയാണ് എന്ന വ്യക്തമായ വിവരങ്ങൾ ഉള്ളതിൻ്റെ അല്ലെങ്കിൽ അത് പുറത്തു വന്നാൽ BJP വീണ്ടും വെട്ടിലാകുമെന്ന പൂർണ്ണ ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട വിഷയമാണ്. വിവരങ്ങൾ പുറത്തു വന്നാൽ BJP നേതൃത്വം കൂടുതൽ വെട്ടിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുടുംബത്തോട് സംസാരിക്കാൻ പോലും RSS പ്രവർത്തകരെ ശരിയായ രീതിയിൽ അനുവദിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ആര് സന്ദർശിക്കാൻ ചെന്നാലും RSS BJP പ്രവർത്തകരുടെ ഒരു വലയം ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിപ്പോൾ മന്ത്രിമാർ സന്ദർശിക്കുമ്പോഴാകട്ടെ, മേയർ എത്തിയപ്പോഴായിക്കോട്ടെ, ആരെത്തിയപ്പോഴും RSSന്റെയും BJPയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ ആ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് സ്വതന്ത്രമായി ഒന്നും സംസാരിക്കാനുള്ളൊരു അവസരം ഒരുക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ആ കുടുംബം എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് ഇടവയ്ക്കുമെന്ന ബോധ്യം BJP നേതൃത്വത്തിനുണ്ട്, RSS നേതൃത്വത്തിനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരെ തുറന്ന് സംസാരിക്കാൻ അനുവദിപ്പിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്.